ദാ ഈ കാണുന്ന ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഇന്ന് എങ്ങനെ അടിപൊളിയായിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് നോക്കട്ടെ. അതിനുവേണ്ടി നേരെ ദാ ഈ ഒരു കടയിൽ പോയി നമുക്ക് ആവശ്യമുള്ള ടിഷ്യൂ പേപ്പർ ഒക്കെ വാങ്ങിയതിന് ശേഷം നേരെ വീട്ടിൽ വന്ന് ഈ ഒരു പ്ലാസ്റ്റിക് കവറും കൂടെ എടുത്ത് നേരെ നമ്മുടെ പരീക്ഷണം തുടങ്ങട്ടെ. നമുക്കിനി ആദ്യം തന്നെ ദാ ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ എല്ലാ ഭാഗത്തും ഫുള്ളായിട്ടും നനച്ചെടുക്കട്ടെ. എന്നിട്ട് നേരെ നമ്മുടെ ഈ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അത് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് നിർത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവറിന് മേലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് സെറ്റാക്കി എടുക്കട്ടെ. പിന്നെ ഇങ്ങനെ ഒന്നല്ല ആ ഒരു കവർ ഫുള്ളായിട്ട് ഒരു ലെയർ മൊത്തത്തിൽ ഇങ്ങനെ സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങി പറ്റാം. അപ്പോഴേക്കും നമുക്ക് ഈ ഒരു പശയിൽ ചെറിയ പണിയും കിട്ടുക. അതിനുവേണ്ടി ഈ ഒരു പശ എടുത്ത് നേരെ നമ്മുടെ ഈ ഒരു കൂട്ടാൻ ഭാഗത്തേക്ക് ഇതേപോലെ മുഴുവനായിട്ടൊന്ന് ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് ലൂസാക്കി എടുത്തു പറഞ്ഞിട്ട് നമ്മുടെ പശയിലുള്ള പണി ഏകദേശം ഫുള്ളായി കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് ഈ ഒരു കവർ എടുക്കാം. ഇനി ആ ഒരു കവറിന്റെ മേലേക്ക് നമ്മൾ നേരത്തെ ലൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പശ ഇതേപോലെ കുറേശ്ശായിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ തേച്ച് കൊടുക്കട്ടെ. എന്നിട്ട് ആ തേച്ച പശന്റെ മേലേക്ക് ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. പിന്നെ നേരത്തെ നമ്മൾ ഒരു ലെയർ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു 5-6 ലെയറോളം ടിഷ്യൂ പേപ്പർ സെറ്റാക്കി എടുക്കേണ്ടി വരും. കാണുമ്പോൾ വളരെ സിമ്പിളായി തോന്നുമെങ്കിലും പക്ഷെ ഒട്ടും എളുപ്പമില്ലാത്തൊരു കാര്യമുണ്ട്. ഒട്ടും ക്ഷമയില്ലാത്ത എന്റെ ഏകദേശം 2-3 മണിക്കൂറൊക്കെയാണ് ഞാൻ ഇതിനു വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്റെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഒരു 5-6 ലെയർ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മണിക്കൂറോളം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടാ. അങ്ങനെ ഏകദേശം ഒരു 10 മണിക്കൂർ നമ്മൾ എടുത്തു വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയ കവർ ഏറെക്കുറെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളി ആ ഒരു കവർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഈ 2 ഷർട്ടും ഈ ഒരു ബുക്കൊക്കെ നമുക്ക് ഇട്ട് നോക്കി നോക്കാട്ടോ. ആദ്യം തന്നെ ആ 2 ഷർട്ടും ആ കവറിനുള്ളിൽ ഇട്ട് നോക്കിയ സമയത്ത് പ്രത്യേകിച്ച് വലിയൊരു മാറ്റം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കീറലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഒരു ബുക്കും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നോക്കാം എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അങ്ങനെ ആ ഒരു ബുക്കും കൂടി ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ആ കവർ കീറുന്നതാണ്. പക്ഷെ ഒരു കീറിൽ പോലും ഒരു കവറിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും എൻ്റെ ഒരു കുഞ്ഞു പരീക്ഷണം വളരെ നന്നായിട്ട് വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ടിഷ്യൂ പേപ്പർ കൊണ്ടുണ്ടാക്കിയ കവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ പറയാൻ മറക്കല്ലേട്ടാ.